ഹായ്! അബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മാസങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടിയ ദിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി തിരിച്ചു വന്നിരിക്കുകയാ. 4 മാസം മുമ്പുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ പല ആൾക്കാരും റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. പല വീഡിയോസുകളും ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. അന്നത്തെ ഒളിച്ചോട്ടം വലിയൊരു വിവാദമായിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തകർത്താടിയ വിഷയമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ രണ്ട് മതത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നത്തെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുസ്ലിം പെൺകുട്ടി പോയത് ഒരു റമദാൻ മാസത്തിലായിരുന്നു. അന്ന് വളരെ വിവാദമായിരുന്നു ഈ വിഷയം സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് പേര് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത്. അത് ഹിന്ദു ആചാരപ്രകാരം ഇപ്പോൾ പൊട്ടൊക്കെ തൊട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് സാരിയൊക്കെ എടുത്ത് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അതും റമദാൻ മാസത്തിൽ ഒരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമായി ആ സംഭവം. അതൊക്കെ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ അത് വളരെ വൈറലായത്. പല ആൾക്കാർ പലതരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവരൊരു വീഡിയോ ആയിട്ട് ലൈവിൽ വന്നു. കാരണം നമ്മളിവിടെ സേഫാണ്, നമുക്കിവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും, നമുക്ക് ആരെ സപ്പോർട്ടും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. അതിൻ്റെ കമൻറ്റ്, ആ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയും ശാപങ്ങളായിരുന്നു അതിൻ്റെ അടിയിൽ വന്നത്. കാരണം പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ വെറുപ്പിച്ച് പോയത് കൊണ്ടുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഏതൊരു മാതാപിതാക്കളെ വെറുപ്പിച്ച് പോയി കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ ഉണ്ടാവും. നല്ല രീതിയിലൊന്നും ഒരിക്കലും ആർക്കും ജീവിക്കാൻ കഴിയില്ല. കാരണം പെറ്റ അമ്മനെയും അച്ഛനെയും ഉപ്പാനും ഉമ്മാനും ആയിക്കഴിഞ്ഞാലും ഏത് മതത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും അവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഉണ്ടാവില്ല. അതന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ അടിയിലുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവും. കാരണം ഉപ്പയും ഉമ്മയും എത്രത്തോളം വിഷമിക്കുന്ന അത്രത്തോളം ആ വിഷമത്തിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി നിനക്ക് തിരിച്ചു വരും. നിന്റെ ജീവിതം കട്ടപ്പുകയാണ്, നീ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്നുള്ള ഒരുപാട് കമൻറ്റ് ആ ബോക്സിലുണ്ടായിരുന്നു. സംഭവം സത്യം തന്നെയാണ്. നമ്മൾ ഒരു കർമ്മഫലം എന്നുള്ള ഒരു സംഭവമുണ്ട്. നമ്മൾ ഒരാളെ ഉപദ്രവിക്കുക, എന്നിട്ട് അയാളെ മനസ്സ് വിഷമിപ്പിക്കുക, നമുക്കതിലൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് പിന്നീട് അത് നമ്മളെ തന്നെ തിരിച്ചു വരും. അത് നമ്മൾ ഒരുപാട് പേരിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം അവർ സന്തോഷത്തോടുള്ള ഒരു ലൈവ് ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും, നമ്മൾ സുഖമായിട്ട് ജീവിക്കും, നമുക്ക് ആരെ സഹായവും വേണ്ട, നമ്മളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇപ്പം തിരിച്ചു വന്നില്ലേ? ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി കണ്ണൂരിൽ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെയുള്ള ഒരു ഡോക്ടറെ ഭാര്യൻ്റെ ഡ്രൈവറാണ് കൂട്ടിയിട്ട് പോകുന്നത്. ആ വലിയ പരിചയമൊന്നുമില്ല, ഒരു 3-4 മാസത്തെ പരിചയത്തിൻ്റെ മുകളിലാണ് അവൾ ഇറങ്ങിപ്പോയത്. അവർക്ക് സ്വകാര്യ ജീവിക്കാൻ കഴിഞ്ഞു. അതിലും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിലനിൽക്കെ തന്നെ ദിയൻ്റെ ഒരു എൻഗേജ്മെൻറ്റും കഴിഞ്ഞിരുന്നു. ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അവരുടെ വിഷമം എത്ര ഉണ്ടാവും? ആ വീട്ടുകാർക്കെല്ലാം മാറ്റിവെക്ക്, ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ചെറുക്കൻ്റെ വിഷമം എത്ര ഉണ്ടാവും? കാരണം ഓനിക്കൊരു സ്വപ്നങ്ങളുണ്ടാവും, കല്യാണവും കുടുംബവും കുട്ടികൾ, പിന്നെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് തുടക്കമാണ് നമ്മൾ എൻഗേജ്മെൻറ്റ്, പെണ്ണ് കാണുക, പിന്നെ അതിനെ ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതൊരു വിഷയം. അതിൽ തന്നെ നമ്മളെ പ്രോസസ്സ് തുടങ്ങുന്നത് അവിടെയാണ്. ആടെ തന്നെ പാളിച്ച് വരുമ്പോൾ ആ ഒരു യുവാവിൻ്റെ വിഷമം എത്ര ഉണ്ടാവും? അതൊന്നും അവൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ അത് നടത്തുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ നോക്കുവാണെങ്കിൽ പറയാം, ഞാനിങ്ങനെ വേറെ ഒരാളുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് അതിനെ സമ്മതിച്ചതിന് ശേഷം ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒളിച്ചോടുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള ശാപം അത് വേറെയും ഉണ്ടാവും. ഒന്നല്ല രണ്ടല്ല, ഒരുപാട് ശാപങ്ങളുണ്ടാവും. പിന്നെ കുടുംബക്കാർക്കുണ്ടാവും. പിന്നെ കുടുംബക്കാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിഷമിപ്പിച്ചിട്ട് കണ്ടവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ. ഈ വീഡിയോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഇനിയും പ്രണയിച്ചിട്ട് ഒളിച്ചോടുന്നവർക്കൊന്ന് നല്ലോണം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം പ്രണയിക്കണ്ടെന്ന് പറയുന്നില്ല, പ്രണയിക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് അതിലും നല്ലതാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വേണം ആൾക്കാർ. കാരണം ഒരു 3-4 മാസം കൊണ്ടൊന്നും ഇറങ്ങിപ്പോകേണ്ട ഒന്നല്ല ഒരു കല്യാണം, ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഒരു വർഷമെങ്കിലും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ മോഹന വാഗ്ദാനങ്ങളിൽ വീഴല്ല പെൺകുട്ടികൾ വേണ്ടത്. അവൻ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മുൻപോട്ടേക്ക് നീങ്ങേണ്ടത്. ഇത് പെട്ടെന്നൊന്ന് ചിരിക്കുക, ഒന്ന് ഫോൺ വിളിക്കുക, ഒന്ന് കൊഞ്ചുക, ഒന്ന് മോഹിപ്പിച്ച് സംസാരിക്കുന്നപ്പോൾ വീണു പോകാൻ പാടില്ല. ശരിക്കും അവനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവൻ്റെ കൂടെ പോവുക. പ്രണയിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ പ്രണയിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും കൂടി നമ്മളൊന്ന് നോക്കണം. അതിൻ്റെ അവസ്ഥ എന്താവുന്നുള്ളത് നോക്കണം. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് നോക്കണം. ഇപ്പം നമ്മൾ കാണാം, ചില പെൺകുട്ടികളെ സ്നേഹിച്ചിട്ട് ഇന്ത്യക്കാരപ്പരാ പോകുന്നത്. ഉത്തരേന്ത്യയിൽ അവിടെ ഭയങ്കര സ്വർഗ്ഗമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥ നമ്മൾ യൂട്യൂബിൽ തന്നെ കാണുന്ന ഒരേ വീഡിയോ കണ്ടതാണ്. അവരടിക്കുന്നതും, കക്കൂസും ഇല്ല, കുളിമുറിയില്ല, ഒരു റൂമിൽ തന്നെ അച്ഛനും അമ്മയും അവരും എല്ലാം കിടക്കേണ്ട അവസ്ഥയും അങ്ങനത്തെ എത്രയോ വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ്. എന്നിട്ട് പോലും നമ്മൾ പെൺകുട്ടികൾ പഠിക്കുന്നില്ല.
വീണ്ടും വീണ്ടും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. ഒരു പ്രോസസ്സിങ് പോലെ എന്ന് പറഞ്ഞ പോലെയാണ് ഇതും. ഇപ്പം അന്യമതസ്ഥൻ്റെ ഒപ്പര പോയ ഒരു റമളാൻ മാസമാണ് പോയത്. ആ റമളാൻ മാസത്തിൽ തന്നെ ആ ഉപ്പയും ഉമ്മയും എത്ര ശാപം ഇട്ടിട്ടുണ്ടാവും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന മാസം അത്. ആ വിഷമം കൊണ്ട് സ്വന്തം മോളാണെന്നുള്ള അത് മറന്നിട്ട് തന്നെ ഉപ്പയും ഉമ്മയും തന്നെ ശാപം എത്ര ഇട്ടിട്ടുണ്ടാവും. പിന്നെ എവിടെയാ സന്തോഷത്തിൽ ജീവിക്കാം. ഇപ്പം തിരിച്ചു വന്നില്ലേ, ഇപ്പം മനസ്സിലാക്കിയത് ഓൻ കുടിയാനൊന്നും ഓൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അവൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ആ കുടുംബം അക്സെപ്റ്റ് ചെയ്ത് തന്നെ അവൾ ഏറ്റവും വലിയ ഭാഗ്യം. അവളെന്തോ ഒരു ചെറിയൊരു പുണ്യം ചെയ്തതുകൊണ്ട് മാത്രം അവർ തിരിച്ചെടുത്തത്. ഒരിക്കലും തിരിച്ചെടുക്കാൻ നോക്കൂല. എന്തുകൊണ്ടാണെന്നറിയുമോ? എൻ്റെ വീട്ടിലെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതേപോലെ ഒളിച്ചോടി അന്യമതസ്ഥൻ്റെ കൂടെ. അങ്ങനെ ഒരു 6 മാസം 8 മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കുടിയും അടിയെല്ലായിട്ട് ഓള് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ആ വീട്ടിൽ കയറ്റിയില്ല. കയറ്റാത്തത് ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല, മോളോട് പിന്നെ സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അവർ കയറ്റാതിരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവക്കൊരു അനിയത്തിയുണ്ട്, അത് വളർന്നു വരുന്നുണ്ട്, അതിനൊരു കല്യാണാലോചന വേണം, അതിനൊരു പുയ്യാപ്പിള ആ വീട്ടിൽ കയറണം. ഇതിൻ്റെ പേരുദോഷമായി. ഒരു പേരുദോഷം അവൾ ആക്കി വെച്ചിട്ട് പോയി. വീണ്ടും അവൾ ആ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആരെങ്കിലും പെണ്ണാണോ ഇതാക്കാനോ വരുമോ? ഇന്നത്തെ കാലഘട്ടം പോലെയല്ല അന്നത്തെ കാലഘട്ടം. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയ, ഫോണും അത് ഇതൊക്കെ വന്നുകൊണ്ട് പല വിഷയങ്ങളും പല ആൾക്കാർ മനസ്സിലാക്കുന്നു. അന്ന് അതല്ല. ഞങ്ങളൊന്നും ചെറിയ ഫോണും ഇല്ല, വാട്സപ്പും ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയില്ല ആ കാലഘട്ടമാണ്. അപ്പോൾ അത് പിന്നെ അന്നത്തെ ആ പേരൻസ് അവരെ സ്വീകരിച്ചില്ല അവളെ. അന്ന് രാത്രി തന്നെ അവളെ പറഞ്ഞയച്ച്. അവൾ പിന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ആരപ്പല്ലോ പിന്നെയും പോയി. കാരണം ജീവിക്കണ്ടേ, മരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അധികം ഇതിൽ മരണമാണ്, അല്ലെങ്കിൽ അവർ കൊല്ലുക, അല്ലെങ്കിൽ സ്വയം മരിക്കുക. അത് ഇതിൻ്റെ ശാശ്വത അവസാനമുള്ളൂ. പക്ഷെ ഇതെന്തോ ഭാഗ്യത്തിൽ ദിയക്ക് അവർ വീട്ടുകാർ സ്വീകരിച്ച് അവളെ ദുബൈയിലേക്ക് പറഞ്ഞയച്ചത് ഒരു പക്ഷേ പിന്നെ നാണക്കേട് കൊണ്ടായിരിക്കും. കാരണം നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ പല ആൾക്കാർ പല ചോദ്യങ്ങളും കാണാൻ വരുത്തും, എന്താണെന്ന് ചോദിക്കലും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും അവർ ദുബൈയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെന്തോ ഒരു ഭാഗ്യം ചെയ്തതുകൊണ്ട് അത് അങ്ങനെയായി. ഇപ്പം അസംബായിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. അവൾ വന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. അതെ, ആരിസ് ഭായി, എന്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ കരുനാപ്പള്ളി എന്ന് വിളിക്കാം. ഞാനൊരു യൂട്യൂബറാണ്. ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേരും. ഈ നമ്പർ എവിടെ കിട്ടിയ? നിങ്ങളുടെ നമ്പര് പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ്, അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത്. സംസാരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമളാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത്, പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ? അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിട്ട് അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. ഇപ്പൊ പോലീസ് സംസാരിച്ച് മുന്നോട്ട് പോവാം. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമല്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവർ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത് ഒരു 3-4 മാസം ഇത്രയേ ആയിട്ടുള്ളൂ. ഈ 5-6 മാസം കൊണ്ട് തന്നെ അവസ്ഥ നോക്കിയാട്ടെ. തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവളെ വിഷമം എന്തായിരിക്കും? അവൾ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും അവനിൽ നിന്ന്. തീരെ അനുഭവിക്കാണ്ടൊന്നും ഇറങ്ങി വരൂലല്ലോ. അപ്പോൾ എല്ലാ പെൺകുട്ടികളും, സ്നേഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇറങ്ങിപ്പോകുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ നമ്മളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളാണോ, അല്ല വേറെന്തെങ്കിലും റോങ് ആയിട്ടുള്ളതാണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ പെൺകുട്ടികളുടെ പ്രണയം 95% സത്യമായിരിക്കും. പക്ഷെ ആൺകുട്ടികളുടെ പ്രണയം 95 പോലും 70 പോലും എത്തൂല. 60-70 മാത്രമേ ഉണ്ടാവും. വളരെ റെയറായിട്ട് മാത്രമേ 100-100 മാർക്ക് കൊടുക്കാൻ ആൺകുട്ടിക്ക് കഴിയൂ. കാരണം അവരെ ചിന്തയും ഇതൊക്കെ മാറ്റമായിരിക്കും. പെൺകുട്ടികളെ പോലെ ഒരു ചിന്തയായിരിക്കില്ല ആൺകുട്ടികൾക്ക്. അതുകൊണ്ട് പെൺകുട്ടികൾ സ്നേഹിച്ചിട്ട് കല്യാണം ചെയ്യുന്ന പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ വീഡിയോസ് കാണുക, ഇങ്ങനെ പോയവരെ കുറിച്ചൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അവരോട് പോയിട്ട് ചോദിക്കുക, ഇങ്ങനെ ഉണ്ട്, എന്താകാണല്ലോ അവർ പറഞ്ഞു തരും. എനിക്ക് ദിയക്ക് 100 ആളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ. ഇപ്പം ഇരുന്ന് കരയുന്നതാണെന്നില്ല. ഇപ്പം ഈ കരയുമ്പോൾ ആരും ഉണ്ടാകാൻ ആരും ഉണ്ടാവില്ല.
ഇനിയിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ കരയുന്നുണ്ടെങ്കിലേ കരയാനും സാന്ത്വനിപ്പിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു വിഷയത്തിൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇനിയിപ്പോൾ ഇവർ ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ വേറെ ആൾ ചെയ്ത വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്ന അധികവും അവൾക്ക് അങ്ങനെ തന്നെ വേണം, അവളെ ഇറന്ന് വാങ്ങിയതോ അവൾക്ക് അങ്ങനെ ഒന്നും കിട്ടിയാൽ പോരാ, മരിച്ചില്ലേ ചത്തില്ലേ ജീവനോട് ഉണ്ടാ തൂങ്ങിച്ചാകുന്നല്ല നല്ല എന്തിനാ വീട്ടുകാർ കയറ്റിയ എന്നൊക്കെ കമൻറ്റ്സ് ഇഷ്ടം പോലെ വരും. ഇനിയെങ്കിലും 3-4 മാസത്തെ പരിചയത്തിൻ്റെ മുകളിൽ ഇറങ്ങിപ്പോകുന്ന പ്രണയിനികളുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക ദിയൻ്റെ അവസ്ഥ ഇതേപോലെ ഉണ്ടാവും. ദിയനെ വീട്ടുകാരെങ്കിലും സ്വീകരിച്ചില്ല, ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ വീട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഞാൻ പണ്ട് ആ കുട്ടിക്കാലത്ത് കണ്ട ആ പെൺകുട്ടിനെ പോലെ അവർ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ടവൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൂക്കയറിൽ പോയിട്ട് തൂങ്ങേണ്ടി വരും. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല, അതിക്കപ്പുറം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്തൻ്റെ അധീനതയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ നാളെ സംഭവിക്കുക എന്നുള്ളത്. അതെങ്ങനെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ചേ മതിയാവും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയെങ്കിലും പ്രണയിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഇറങ്ങി ഓടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം അവരുടെ പേരൻസിനെ കുറിച്ച് ചിന്തിക്കുക. നമുക്ക് ഓർമ്മയുണ്ട്, തലശ്ശേരിയിൽ ഒരു കോടതിയിൽ വെച്ചിട്ട് ഒരു ഉപ്പാൻ്റെയും മോളെയും ഒരു വികാരമായ ഒരു രംഗം അന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലും പേപ്പറിലൊക്കെ വന്ന കാര്യങ്ങളാണ്. കാരണം ആ ഉപ്പ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോളെ പോല്ല പോല്ല എന്ന് പറഞ്ഞ് കരഞ്ഞ കാറിൻ്റെ മുകളിൽ വീണിട്ടും അവളൊരു കൂസലില്ലാണ്ട് ഇറങ്ങിപ്പോയത്. ഒരു കൂസലില്ലാണ്ട് ആ സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും തന്നെ ഇറങ്ങിപ്പോയിട്ട് അവളെ അവസ്ഥ എന്തായി? അവൾ നല്ല രീതിയിൽ ജീവിച്ചാ? അവൾ തിരിച്ചു വന്നില്ലേ? 1 വർഷം പൂർത്തി കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരുമ്പോൾ അതാ പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, പ്രണയിക്കണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ നമസ്കാരം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.